ഇപ്പോൾ കുറച്ച് ആൾക്കാരുടെ ഹോബിയാണ് വ്യാജപ്രചരണം നടത്തുക എന്നുള്ളത്. അവർക്കറിയാം ഈ നിയമത്തിൻ്റെ വഴിക്കൂടെ പോയാൽ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ചിന്താഗതിയുള്ള കുറച്ച് യൂട്യൂബർമാരുണ്ട്. അവർക്കറിയാം ഈ നിയമവശം എത്രത്തോളമാണ്, ഈ നിയമത്തിൻ്റെ ഇടപെടലുകൾ ഈ വ്യാജപ്രചരണം നടത്തുന്നതിൽ എത്രമേലാണ് എന്നുള്ളതൊക്കെ ഇവർ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ഇവരെന്താക്കും, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രം, അത് ഒരുത്തൻ്റെ ലൈഫ് തൊലിഞ്ഞാലും കുഴപ്പമില്ല, യൂട്യൂബിലെ ഇൻകം മാത്രമേ അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഈ അധ്വാനിച്ച് ജീവിക്കുന്നവരെ ചൊറിയാൻ വരുന്ന കുറച്ച് ആൾക്കാർ. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ തിരിച്ചും പറയാൻ പോവുകയാണ്. അവരെങ്ങനെയാണോ നമ്മളെക്കുറിച്ച് വ്യാജപ്രചരണം നടത്തുന്നത് അതിൻ്റെ ഇരട്ടിക്ക് നമ്മൾ അവർക്ക് കരകയറി പോരാൻ പറ്റരുത്, അങ്ങനത്തെ രീതിയിലായിരിക്കണം. കാരണം എന്നെക്കുറിച്ച് വ്യാജപ്രചരണം നടത്തിയിട്ട് ഞാൻ മരണത്തിൻ്റെ വക്കിൽ വരെ എത്തിയിട്ടും തിരിച്ചു വന്നൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്കൊരു നിയമ നടപടികളോ ഒരു നിയമത്തിൻ്റെ കൈസഹായങ്ങളോ എനിക്കുണ്ടായിട്ടില്ല. ഞാൻ ഒരുപാട് നിയമത്തിൻ്റെ വഴികളിലൂടെ ഒരു ഭ്രാന്തിയെപ്പോലെ അലിഞ്ഞു. നമ്മുടെ മണിച്ചിത്രത്താഴിൽ പറയുന്ന ഡയലോഗാണേ. പക്ഷേ എനിക്കെന്നില്ല, എൻ്റെ മകൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് യൂട്യൂബർ ലേഡീസ് കേട്ടോ, അപ്പോൾ അവന് ക്ലാസ് പോകാൻ പറ്റുന്നില്ല, ക്ലാസ്സിൽ നിന്ന് അവനെ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവന് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ സെയിം കോപ്പി തന്നെ ജില്ലാ കളക്ടർക്ക് പോയിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പോയിട്ടുണ്ട്, SP-ക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഈ ലേഡീസുകൾ പറഞ്ഞ വീഡിയോസ് റിമൂവ് ചെയ്യിക്കാനോ അല്ലെ അവനെ സംബന്ധിച്ച് അവനെക്കുറിച്ച് പറയുന്നത് നിർത്താനോ, എന്നെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ കുട്ടികളെയും കൂടി കൂട്ടിയിട്ട് പറയാം, അത് നിർത്താനോ ഇതുവരെ നിയമത്തിൻ്റെ വഴിയിൽ നിന്ന് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മുടെ വായി നമ്മളിപ്പോൾ എന്തിനും മിണ്ടാതിരിക്കണം? നമ്മൾ മിണ്ടാതിരിക്കും തോറും ചെണ്ട തിരിച്ച് മാരാറെ തല്ലിയ മാരാറ് ചെണ്ടനെ തല്ലാൻ പോവോ? ചെണ്ടക്ക് സൗണ്ട് കൂടുന്നു എന്ന് എപ്പോഴാ മാരാർക്ക് മനസ്സിലാവുക? മാക്സിമം ആക്കത്തിൽ അടിക്കും തോറുമാണ് മാരാർക്ക് മനസ്സിലാവുക ചെണ്ടയുടെ സൗണ്ട് കൂടിക്കൂടി വരുന്നുണ്ട്. ഇനിയും സ്പീഡിൽ എന്ന് പറഞ്ഞിട്ട് മാരാറ് ചെണ്ടനെ അടിക്കാൻ പോകും. എന്നെങ്കിലും ഒരിക്കൽ ചെണ്ട എനിക്ക് വേദനിക്കുന്നതെന്ന് പറഞ്ഞ് തിരിച്ച് മാരാറെ തല്ലിയിട്ടുണ്ടായിരുന്നേ ഇന്ന് ചെണ്ട കൊട്ടുകാരുണ്ടാവില്ലായിരുന്നു. അതേപോലെയാണ് നമുക്ക് വേദനിക്കുന്നത് കൂടിക്കൂടി വരുന്നു എന്ന് കാണുമ്പോൾ ചില യൂട്യൂബർമാർക്ക് അടി കൂടുതലാണ്. തിരിച്ചൊന്ന് കൊടുത്തു നോക്കണം, അവരുടെ ലൈഫ് റിക്കവറായിട്ട് വരാതിരിക്കാൻ തക്കത്ത രീതിയിൽ ഒരടി തിരിച്ചു കൊടുത്താൽ അവർ ഇച്ചീച്ചി മുള്ളിപ്പോവും. അങ്ങനത്തെ രീതിയിലേ മറുപടി കൊടുക്കാവുള്ളൂ. 2 പേർക്ക് ഞാൻ മറുപടി കൊടുത്തു. അവർ ഉളുപ്പും മാനവും ഉള്ള അച്ഛനമ്മമാർക്കാണ് അവർ ജനിച്ചതെങ്കിൽ ഇനി അവർ വ്യാജപ്രചരണം നടത്താൻ വരില്ല. കാരണം അവർക്കതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. നമ്മളെക്കുറിച്ച് വ്യാജപ്രചരണം നടത്തുമ്പോൾ നമുക്കും നമ്മുടെ ഫാമിലിക്കും നമ്മുടെ കുട്ടികൾക്കും അതെങ്ങനെയൊക്കെ ബാധിക്കുമെന്നുള്ളത് ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് അവർക്ക് മനസ്സിലാവും. പിന്നെ മനസ്സിലാവാത്തവർ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തെറിത്തള്ളനെ പോലെയുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. കാരണം തെറിത്തള്ളക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ തെറിത്തള്ളക്കറിയാം നിയമവശം എത്രത്തോളം പോവും. തെറിത്തള്ള കഴിഞ്ഞ ദിവസം കൂടി കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. എത്രമേൽ ഈ നിയമവശങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളത് ഈ ഒരു വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് മനസ്സിലായൊരു സംഭവമാണ്. ഹണി ട്രാപ്പുകാരിയാക്കി, തട്ടിപ്പുകാരിയാക്കി, വെട്ടിപ്പുകാരിയാക്കി, കപടഭക്തയാക്കി, അങ്ങനെ ഒരുപാട് തൂവലുകൾ എൻ്റെ തലയിലിട്ട് തന്നു. നിയമമോ നീതിയോ എനിക്കൊരു നീതി വാങ്ങിത്തരാൻ വന്നില്ല. അപ്പോൾ ചില സ്ത്രീകൾക്ക് അവരുടെ കുടുംബത്തിൽ അടിവേരിന് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ മറുപടി കൊടുക്കണം. അപ്പോഴേ അവർക്ക് മനസ്സിലാവും അവരെക്കുറിച്ച് ഞാൻ ഇത്രയും കാലം പറഞ്ഞ വ്യാജപ്രചരണങ്ങൾ അവരുടെ ലൈഫിനെ എത്രമേൽ ബാധിച്ചിരുന്നു എന്നുള്ളതും അവരുടെ ഫാമിലിയെ എത്രത്തോളം ബാധിച്ചിരുന്നു എന്നുള്ളതും. നിങ്ങൾ എന്നെ നോക്കണ്ട, എൻ്റെ ചുറ്റിലുള്ള 2 മക്കളുണ്ട്, മനുഷ്യ കുഞ്ഞുങ്ങളാണ് അവർ. നാളെ അവർക്ക് വിദ്യാഭ്യാസം വേണ്ടതാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ നന്മയുള്ള മനുഷ്യരായിട്ട് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ സമൂഹത്തെ എതിർക്കുന്ന ഒരു ഗുണ്ടയായിട്ട് ജീവിക്കണോ എന്നുള്ളത് സമൂഹമാണ് തീരുമാനിക്കേണ്ടത്. ഇന്നോളം ഈ 15 വയസ്സായിക്ക് എൻ്റെ മകന് ഇന്നോളം അവൻ അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല.
അവൻ പലയിടത്തും നാണം കെട്ടു, അവൻ്റെ ഉമ്മാൻ്റെ പേരും പറഞ്ഞിട്ട്. ഒരു തെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എവിടെയെങ്കിലും നാണം കെടുന്നതെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ തെറ്റ് ചെയ്യാതെ, കാരണം അവൻ എൻ്റെ ചുറ്റിലുള്ള ആളാണ്. ഞാൻ ഇന്ന് മുറ്റത്തിറങ്ങുകയാണെങ്കിൽ പോലും അവൻ എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവനറിയാം ഞാൻ എന്താണെന്നുള്ളത്. ഞാൻ ഒരിക്കൽ ഒരു യൂട്യൂബർ ഒരു തംബ്ലൈൻ ഇട്ടു, എനിക്ക് കുറച്ച് കുടവയറുണ്ട്, ഞാൻ കുറച്ച് തടിച്ചിട്ടുണ്ട്, എനിക്ക് ഗർഭമാണെന്ന് പറഞ്ഞ് അത് ഏറ്റുപിടിക്കാൻ 3-4 സ്ത്രീകളും. അതെൻ്റെ മകൻ്റെ ലൈഫിനെ എത്ര ബാധിച്ചിട്ടുണ്ട്, അല്ലെ എൻ്റെ മകളുടെ ലൈഫിനെ എത്ര ബാധിച്ചിട്ടുണ്ടെന്ന് അവരാരും നോക്കിയില്ല. ആർക്കും അതറിയണ്ട. അവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റീച്ച്, അതിലൂടെ കിട്ടുന്ന ഡോളർ, അതിലൂടെ വീട്ടിലേക്ക് അരി, ഇത്ര മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നിങ്ങൾ എന്നെ ഓർക്കണ്ട, വളർന്നു വരുന്ന 2 കുരുന്നുകളെ ഓർത്തിട്ടെങ്കിലും പറഞ്ഞോളൂ ഉള്ളത്. വ്യാജപ്രചരണം അത് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഞങ്ങൾ കുറച്ച് ജീവനുകൾക്ക് വേണ്ടിയിട്ട്. മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് ആർക്കും ഉണ്ടെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഉള്ളത് പറയണം. ഉള്ളത് പറയാനാണെങ്കിൽ ആരും ഉണ്ടാവും. വ്യാജപ്രചരണം നടത്തുമ്പോൾ അതിൻ്റെ ആയം എത്രമേലാണെന്നുള്ളത് ഒരിക്കലെങ്കിലും മനസ്സിലാക്കണേ. നിങ്ങളെക്കുറിച്ച് വ്യാജപ്രചരണം വരണം. അപ്പോഴാണ് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും അത് എത്രമേൽ ബാധിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുവരെ നിങ്ങൾക്കത് മനസ്സിലാവില്ല.